ഫേസൊക്കെ ആകെ ഡള്ളാണല്ലോ, ഒന്ന് ഫേഷ്യൽ ചെയ്യായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒന്ന് ക്ലീനപ്പ് എങ്കിലും ചെയ്യായിരുന്നില്ലേ, അല്ലെങ്കിൽ ആ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നില്ലേ? ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇത് പറയണേന്ന്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് റൗഷെ ബ്യൂട്ടി സലൂൺ ആൻഡ് സ്പാ വാഴക്കാലയിലുള്ള ഒരു ഷോപ്പിലാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. ഇവിടുത്തെ ബ്യൂട്ടി ടിപ്സും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് വഴി അറിയാം. ബാ. അപ്പോൾ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചാണ്. സോ റുഷ് ദിസ് ഇസ് ലൈക്ക് എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. റിനി ആൻറ്റിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കി എല്ലാം പുള്ളിക്കാരി സെറ്റ് ചെയ്തോളാം. അത്രയും കംഫർട്ടബിളാണ്. എനിക്ക് അത്രയും എന്തെങ്കിലും ഒരു ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ അപ്പം തന്നെ ഞാൻ വരിക എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വരാം. അത്രയും ഒരു ഹോംലി ആയിട്ട് നമുക്ക് തോന്നും, കംഫർട്ടബിളാണ്. ആൻഡ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഫോർഡബിളാണ്. എല്ലാ റേറ്റ്സും നമുക്ക് അഫോർഡബിളാണ്. ആൻഡ് അതും ഒരു പ്ലസ് പോയിൻ്റ് എന്ന് തന്നെ അല്ല, അത് നമ്മളെപ്പോഴും പല സലൂൺസിൽ നമ്മൾ നോക്കുമ്പോൾ പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഇതെങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ്, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവിടെ. ധൈര്യമായിട്ട് വന്നോളൂ. നിങ്ങൾ ഒരു തവണ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ ഒരു ബ്യൂട്ടി ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു കൺസേൺ വരുമ്പോൾ ഈ ലാറൂഷ് മാത്രം ഓർമ്മ വരുള്ളൂ. പിന്നെ റിനി ആൻറ്റിയുടെ നമ്മുടെ ചിരിക്കുന്ന മുഖം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോരാ. ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു ബ്യൂട്ടി സലൂണും കൂടിയാണ് കേട്ടോ നമ്മുടെ ലാറോഷെ. മാത്രമല്ല ഈ ഒരു ഫീൽഡിൽ, ബ്യൂട്ടീഷ്യൻ ഫീൽഡിൽ 25 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിനി മേഡമാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഉടമസ്ഥ. എന്തായാലും ഇവിടെ ബ്യൂട്ടി പാർലർ കൂടാതെ മുകളിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഓണറായിട്ടുള്ള റിനി മേഡത്തിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ഞാൻ 7 വർഷമായിട്ട് സലൂൺ വാഴക്കാലയിൽ എറണാകുളത്ത് നടത്തി വരുന്നു. 25 കൊല്ലമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. 17 വർഷത്തോളം എനിക്ക് കുവൈറ്റിൽ നല്ല രീതിയിൽ സലൂൺ നടത്താൻ പറ്റി. അതിലേറ്റവും പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ അനുഭവം എനിക്ക് തോന്നുന്നത്, നല്ല ക്വാളിറ്റി വർക്ക്. അത് നമ്മൾ എവിടെയായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അത് നമ്മൾക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം. എനിക്ക് ഒരു 18 ഇയേഴ്സ് കുവൈറ്റിൽ നല്ല രീതിയിൽ എനിക്ക് ഈ ബിസിനസ് നടത്താൻ പറ്റി. ഇവിടെ വന്ന് 7 വർഷത്തോളമായി എനിക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റി. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ലാവണ്ടർ എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെട്ടത്. ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് നമ്മൾ 2 വർഷമായിട്ട് ലാറുഷ് എന്ന പേരിൽ നമ്മൾ നടത്തുന്നു. നല്ല ക്വാളിറ്റി വർക്ക്, പിന്നെ മറ്റ് ക്ലയൻസുകൾക്ക് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള റേറ്റിംഗ്, ഒരു ആവറേജ് റേറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിരന്തരം നമ്മുടെ വൺസ് എ മന്ത് നമ്മളിലേക്ക് അവർക്ക് വരാൻ സാധിക്കും. നമ്മൾ ഒറ്റ പ്രാവശ്യത്തിൽ വളരെ വലിയ റേറ്റ് വാങ്ങിക്കാതെ അവർക്കും കൂടെ പറ്റുന്ന രീതിയിലുള്ള ഒരു റേറ്റ് നമ്മൾക്ക് സലൂണിൽ ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും അത് അനുകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സലൂൺ എന്ന് പറയുന്ന ഈ ഫീൽഡ് നിങ്ങൾക്ക് അതിഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. നമ്മുടെ സലൂണിൽ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. ഹെയർ ആൻഡ് മേക്കപ്പ് തൊട്ട് മൈക്രോബ്ലേഡിംഗ് തൊട്ട്, എക്സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ഇപ്പം ട്രെൻഡഡ് ആയിട്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ,
എല്ലാവരും ജില്ല വിട്ട് ദൂരത്തേക്കൊക്കെ ഹെയർ എക്സ്റ്റൻഷൻ തേടി പോകുന്നു. നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസും നമുക്കുണ്ട്. 4 ടൈപ്സ് ഹെയർ എക്സ്റ്റൻഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നല്ല ഹ്യൂമൻ ഹെയർ ആണ്, 100% ഹ്യൂമൻ ഹെയർ ആണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഈ ഫീൽഡിലുള്ള A to Z നമുക്കിവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. നമ്മളിപ്പോൾ 1 മാസമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും കൂടെ നമ്മൾ തുടക്കമിട്ടു. ഇതിൻ്റെ നേരെ മേളത്തെ ഫ്ലോറിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. കുറച്ച് കുട്ടികളുമായി പിന്നെ കുട്ടികളെ എക്സ്പീരിയൻസ്, അതായത് തിയറിയോടുകൂടി ക്ലാസ്സോടുകൂടി എക്സ്പീരിയൻസ് കൂടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് കടന്നത്.